അന്ന കർനീന, ലിയോ ടോൾസ്റ്റോയ് എഴുതിയ വിഖ്യാത റഷ്യൻ നോവൽ. 19-ാം നൂറ്റാണ്ടിലെ റഷ്യൻ സാമൂഹിക ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ചില കുടുംബ ബന്ധങ്ങളുടെ കഥകൾ കൂട്ടിയിണക്കിയതാണ് ഇതിവൃത്തം. 19-ാം നൂറ്റാണ്ടിലെ തന്നെ മറ്റൊരു പ്രശസ്ത നോവലായ ഗുസ്താവ് ഫ്ലെബറിന്റെ മദാം ബോവറിയെ പോലെ സ്നേഹരഹിതമായ ഒരു വിവാഹത്തിന്റെ ബന്ധനം സൃഷ്ടിച്ച ശൂന്യതയിൽ വിവാഹേതര പ്രണയത്തിലേക്കും അവിശ്വസ്തതയിലേക്കും തള്ളി നീക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണ് നോവൽ പറഞ്ഞു വെക്കുന്നത്. സന്തുഷ്ട കുടുംബങ്ങളെല്ലാം ഒരേ മട്ടാണ്. എന്നാൽ ഓരോ അസന്തുഷ്ട കുടുംബവും അസന്തുഷ്ടമായിരിക്കുന്നത് അതിൻ്റെ പ്രത്യേക വഴിക്കാണ് എന്ന പ്രശസ്തമായ വാക്യത്തിൽ തുടങ്ങുന്ന നോവൽ കുടുംബ ബന്ധങ്ങളിലെ പ്രതിസന്ധികളെ പിന്തുടരുന്നതിനൊപ്പം ജീവിതത്തിൻ്റെ അർത്ഥത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള അന്വേഷണത്തിൻ്റെ കഥ കൂടി പറഞ്ഞു വെക്കുന്നു അന്ന കർനീന. തീവണ്ടിക്ക് മുൻപിൽ ചാടിയുള്ള കഥാനായിക അന്നയുടെ ആത്മഹത്യയിലാണ് അന്ന കർനീനയുടെ പ്രസിദ്ധമായ ദുരന്ത സമാപ്തി. പീറ്റേഴ്സ്ബർഗിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ഭാര്യ അന്ന കർനീന മോസ്കോയിൽ വെച്ച് വ്രോൺസ്കി എന്നൊരാളുടെ കാമുകയായിത്തീരുന്നു. അവരുടെ അവിഹിത ബന്ധം അന്നയുടെ കുടുംബജീവിതം തകർത്തു. ഒടുവിൽ വോൺസ്കിയിൽ ദുശങ്ക തോന്നിയ അവൾ ആത്മഹത്യ ചെയ്തു. ഈ ദുരന്ത കഥയ്ക്ക് സമാന്തരമായി ലെവിൻ എന്നൊരാളുടെ ആദർശപൂർണമായ കുടുംബജീവിതത്തിന്റെ കഥയും അവതരിപ്പിക്കപ്പെടുന്നു. പരസ്പരം സ്നേഹിക്കുകയും തെറ്റുകൾ പൊറുക്കുകയും ചെയ്യുന്ന മനുഷ്യാത്മക്കളാണ് ആ കുടുംബത്തിലുള്ളത്. ലെവിന്റെ കഥയിൽ ടോൾസ്റ്റോയുടെ ജീവിതകഥ പ്രതിഫലിക്കുന്നതായി കരുതപ്പെടുന്നു. വിശ്വസാഹിത്യത്തിലെ ഏറ്റവും മഹത്തായ സൃഷ്ടികളിൽ ഒന്നായി കരുതപ്പെടുന്ന അന്ന കർനീന ലോകത്തിലെ മിക്കവാറും എല്ലാ ഭാഷകളിലും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീടുണ്ടായ ആത്മീയ പ്രതിസന്ധിയുടെ അവസാനം പഴയതരം കഥകൾ എഴുതുന്നത് നിർത്തിയപ്പോൾ ടോൾസ്റ്റോയ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: തനിക്ക് എഴുതാനുണ്ടായിരുന്നതൊക്കെ അന്ന കർനീനയിൽ എഴുതിയിട്ടുണ്ട് എന്നാണ്. ഹോളിവുഡിന്റെ ഇഷ്ടകഥകളിൽ ഒന്നായ അന്ന കർനീന പലവട്ടം അവിടെ ചലച്ചിത്രവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറെ പ്രശസ്തമായ ചലച്ചിത്ര ആവിഷ്കരണങ്ങളിൽ ഒന്നിൽ അന്നയായി അഭിനയിച്ചത് പ്രഖ്യാത നടി ഗ്രെറ്റ ഗാർബോ ആയിരുന്നു. 2007 ജനുവരിയിൽ അമേരിക്കയിലെ ടൈം മാസിക അന്ന കർനീന യുദ്ധവും സമാധാനവും എന്നിവയെ എക്കാലത്തെയും ഏറ്റവും നല്ല 10 നോവലുകളിൽ യഥാക്രമം 1-ാമത്തെയും 3-ാമത്തെയുമായി വിലയിരുത്തി. 144 വർഷങ്ങൾ പിന്നിടുന്ന അന്ന കർനീനയ്ക്കും വിഖ്യാത എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയ്ക്കും സ്മരണാഞ്ജലി.